രാവിലെ ഒരു 7 മണി. കീർത്തി രാവിലെ ജോലിക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വേഗത്തിൽ അവൾ തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി. അവിടെ ഇതിനകം തന്നെ കീർത്തിക്ക് വേണ്ടി കാത്തിരുന്ന രണ്ടുപേരുമായി കീർത്തി കാറിൽ കയറി ഓഫീസിലേക്ക് പോകുന്നു. സാധാരണ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് ഒരല്പം പോലും താമസിക്കാതെ വീട്ടിലേക്ക് വരും. എന്നാൽ അന്നത്തെ ദിവസം നേരം ഒരുപാട് വൈകിയിട്ടും വീട്ടിലേക്ക് വന്നില്ല. ഓഫീസിലെ ജോലി കൂടുതലാണെങ്കിൽ തീർച്ചയായും അവൾ വീട്ടിൽ അമ്മയെ വിളിച്ച് കാര്യം പറയും. എന്നാൽ അങ്ങനെ യാതൊരു കോളും അമ്മയ്ക്ക് വന്നതുമില്ല. അവളുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഈ സംഭവം നടന്നത് 2018 മാർച്ച് മാസം 16-ാം തീയതിയാണ്. എന്നാൽ അന്നു മുതൽ അടുത്ത 50 ദിവസത്തേക്ക് കീർത്തിക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു. 51-ാം ദിവസം പോലീസിന് ലഭിച്ച ഒരു ചെറിയ തെളിവ് ഉപയോഗിച്ച് കീർത്തിയുടെ തിരോധാന കേസിലെ എല്ലാ രഹസ്യവും പോലീസ് വളരെ സമർത്ഥമായി തന്നെ പരിഹരിച്ചു. കീർത്തിക്ക് അങ്ങനെ എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് മാത്രം ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ലൈക്കായിരിക്കും ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. ഇങ്ങനെയുള്ള ക്രൈം ത്രില്ലർ സ്റ്റോറീസ് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീർത്തി വ്യാസിന് 28 വയസ്സ്. മുംബൈയിലെ ഭാരത് നഗറിലെ ഗ്രാൻഡ് സ്ട്രീറ്റിലെ ഒരു അപ്പാർട്ട്മെന്റിൽ അവളുടെ കുടുംബത്തോടൊപ്പമാണ് അവൾ താമസിക്കുന്നത്. പഠിത്തം എല്ലാം അവസാനിച്ചതിനു ശേഷം മുംബൈയിൽ ബി പ്ലാൻ സെലൂണിൽ ഫിനാൻസ് മാനേജറായി അവൾ ജോലി ചെയ്യുകയായിരുന്നു. മാർച്ച് മാസം 16-ാം തീയതി രാവിലെ ഓഫീസിലേക്ക് പോകാനായി ഒരല്പം താമസിച്ചു. പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് എത്തേണ്ടതുണ്ട്. വണ്ടി വേഗത്തിൽ പിടിക്കാനായി വീട്ടിൽ നിന്നും അവൾ തെരുവിലേക്ക് ഇറങ്ങി. അന്നത്തെ ദിവസം ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട്. ഫിനാൻസ് മാനേജറായി കീർത്തിക്ക് അന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആ ഒരു മീറ്റിംഗിൽ എടുക്കേണ്ടതുണ്ടായിരുന്നു. ആ തീരുമാനത്തിനും ഈ ഒരു കേസിനും ഒരുപാട് ബന്ധമുണ്ട്. വീഡിയോ തുടർന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. രാവിലെ 8:50 തന്റെ വീട് വിട്ട് പുറത്തേക്ക് വരുന്നു. ഇതെല്ലാം അവളുടെ അപ്പാർട്ട്മെന്റിന് മുൻപിലുണ്ടായിരുന്ന CCTVയിൽ റെക്കോർഡായിരുന്നു. കീർത്തി തന്റെ വീടിന്റെ വൈഫൈ പാസ്വേഡ് അന്നത്തെ ദിവസം മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറ്റിയ പുതിയ പാസ്വേഡ് എന്താണ് എന്നറിയാനായി അവളുടെ അമ്മ 11:30 കീർത്തിക്ക് ഫോൺ വിളിച്ചു. ആ സമയം ഫോൺ ഓഫായിരുന്നു. ആ സമയം അവളുടെ അമ്മ അത് വലിയ കാര്യമാക്കിയില്ല. വീട്ടിലെ ജോലികളെല്ലാം നോക്കാൻ തുടങ്ങി. വൈകുന്നേരമായി. കീർത്തിയുടെ ജോലി അവസാനിച്ച് വീട്ടിലെത്തേണ്ട സമയമായി. എന്നാൽ വീട്ടിലേക്ക് വന്നില്ല. വീണ്ടും അവളുടെ അമ്മ കീർത്തിയുടെ മൊബൈലിലേക്ക് ഫോൺ ചെയ്ത് നോക്കി. അപ്പോഴും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോഴാണ് കീർത്തിയുടെ അമ്മയ്ക്ക് ഒരല്പം ഭയമുണ്ടാകാൻ തുടങ്ങിയത്. കീർത്തി ജോലി ചെയ്യുന്ന സലൂണിലേക്ക് ഫോൺ ചെയ്ത് നോക്കി. അപ്പോഴാണ് ആ കുടുംബത്തിന് ഒരു സത്യം മനസ്സിലായത്. അന്നത്തെ ദിവസം കീർത്തി ജോലിക്ക് പോയിട്ടില്ല. കീർത്തിയുടെ അച്ഛൻ അന്നത്തെ ദിവസം മാർച്ച് മാസം 16-ാം തീയതി രാത്രി മുഴുവനും കീർത്തിയുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അറിയാവുന്നവർ എല്ലാവരോടും അന്വേഷിച്ചു നോക്കി. പക്ഷേ ആർക്കും അവളെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അടുത്ത ദിവസം മാർച്ച് മാസം 17-ാം തീയതി മുംബൈയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കീർത്തിയെ കാണാനില്ല എന്ന ഒരു കംപ്ലൈന്റ് കൊടുത്തു. മിസ്സിംഗ് കേസ് ഫയൽ ചെയ്ത പോലീസ് അവളെ അന്വേഷിക്കാൻ തുടങ്ങി. ആദ്യം കീർത്തി ജോലി ചെയ്യുന്ന സലൂണിലേക്ക് ചെല്ലുന്നു. കീർത്തി കൂടുതൽ സമയം ആരോടൊപ്പമാണ് ചിലവഴിക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം അന്വേഷിച്ചു. കീർത്തിയെ കാണാതായ അന്നത്തെ ദിവസം വീട്ടിൽ നിന്നും ഇറങ്ങി കീർത്തി ഒരു കാറിൽ കയറി പോകുന്നത് CCTVയിൽ റെക്കോർഡായിരുന്നു. ആ ഫുട്ടേജ് ഉപയോഗിച്ച് ആ കാർ ആരുടേതാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് അതേ ഓഫീസിൽ ജോലി ചെയ്യുന്ന സിദ്ധേഷ് എന്നയാളുടേതാണെന്ന് മനസ്സിലായി. മാർച്ച് 16-ന് സിദ്ധേഷ് മാത്രം അല്ല, അതേ സലൂണിൽ ജോലി ചെയ്യുന്ന കോശി എന്ന യുവതിയും ആ കാറിലുണ്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരും ചേർന്നാണ് കാറിൽ പോയത്. എന്നാൽ കീർത്തി അവരോടൊപ്പം ഓഫീസിലേക്ക് പോയിട്ടില്ല. അപ്പോ ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ ജോലിക്ക് പോകാനായി ആ വഴി പോകുമ്പോഴായിരുന്നു കീർത്തി ജോലിക്ക് പോകാനായി അവളുടെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടത്. അവളെയും കാറിൽ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ കീർത്തി ഗ്രാൻഡ് സ്ട്രീറ്റിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിവിടാൻ ആവശ്യപ്പെട്ടു. ആരെയോ ഒരാളെ കാണണം എന്നാണ് അവൾ പറഞ്ഞത്. ഞങ്ങളും അവളെ അവിടെ ഇറക്കിവിട്ടു. എന്നിട്ട് ഞങ്ങൾ ഓഫീസിലേക്ക് വന്നു. ഇവർ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് ശരിയാണോ എന്നറിയാനായി പോലീസ് CCTV പരിശോധിച്ചു. എന്നാൽ
മാർച്ച് മാസം 16 രാവിലെ 8:20 മുതൽ തന്നെ കീർത്തിക്ക് വേണ്ടി അവളുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും കുറച്ചു ദൂരം മാറി ഇവർ കാറിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇത് CCTV ഫുട്ടേജിലൂടെ പോലീസിന് വ്യക്തമായി. പോലീസ് ഇവരെ സംശയിച്ചതിന് ഇതുമാത്രം അല്ല കാരണം. അന്നത്തെ ദിവസം ഇവർ പറഞ്ഞതുപോലെ ഗ്രാൻഡ് സ്ട്രീറ്റിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇവരുടെ കാർ പോയിട്ടേ ഇല്ലായിരുന്നു. മാത്രവുമല്ല, പോലീസ് തങ്ങളെ സംശയിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണോ എന്നറിയില്ല, യാതൊരു കാരണവും ഇല്ലാതെ കീർത്തിയെ തിരഞ്ഞു കണ്ടുപിടിക്കുന്നതിൽ അവർ ഒരുപാട് ആവേശം കാണിച്ചു. സ്വന്തം ചിലവിൽ തന്നെ നോട്ടീസ് അടിച്ചൊട്ടിക്കാൻ തുടങ്ങി, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൂടാതെ ഈ ഒരു കേസിൽ അവർ അളവിലധികം സഹകരിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാനും സ്വയം നിരപരാധികളാണ് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാനുമാണ് ഇവർ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്ന് പോലീസിനോട് സംശയം തോന്നി. അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചു. പക്ഷേ അതിലൂടെ യാതൊരു തെളിവും ലഭിച്ചില്ല. എങ്കിലും പോലീസിന് അതോടുകൂടി വിടാൻ തോന്നിയില്ല. സിദ്ധേഷ് അന്ന് ഓടിച്ചു കൊണ്ടുവന്ന ആ കാർ അത് പരിശോധനയ്ക്ക് അയച്ചു. എന്നാൽ അപ്പോൾ തന്നെ ഏകദേശം 50 ദിവസത്തോളം ആയിരുന്നു. യാതൊരു തെളിവും അപ്പോഴും ലഭിച്ചില്ല. അങ്ങനെ അവസാനം ആ കാർ പരിശോധനയിൽ പോലീസിന് ഒരു വിവരം ലഭിച്ചു. അവിടെ മുതലാണ് കീർത്തിയുടെ ഈ ഒരു മിസ്സിംഗ് കേസ് അടുത്ത ഘട്ടത്തിലേക്ക് പോയി ഒരു വലിയ വഴിത്തിരിവ് തന്നെ സംഭവിച്ചത്. സിദ്ധേഷിന്റെ കാർ പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ചില രക്തത്തുള്ളികൾ കണ്ടെത്തി. അത് കീർത്തിയുടെ മാതാപിതാക്കളുടെ DNA മാച്ച് ചെയ്ത് നോക്കി. ഇപ്പോൾ യാതൊരു സംശയവും വേണ്ട, ആ രക്തത്തുള്ളികൾ കീർത്തിയുടേതാണ് എന്ന് മനസ്സിലായി. ഇതിനകം ഇവരിൽ പോലീസിനുണ്ടായ സംശയം ഇപ്പോൾ വളരെ ശക്തമായി മാറി. ഇപ്പോൾ ലഭിച്ച എല്ലാ തെളിവുകളും ഉപയോഗിച്ച് മുംബൈ പോലീസുകാർ കോശിയെയും സിദ്ധേഷിനെയും സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യാനും തുടങ്ങി. ഇത്തവണ ഇവരുടെ ചോദ്യം ചെയ്യൽ വളരെ കഠിനമായിരുന്നു. പോലീസിന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സിദ്ധേഷിനും കോശിക്കും ഈ ഒരു കേസിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പോലീസിന് അറിയാമായിരുന്നു. പക്ഷേ അത് എന്ത്, അതായിരുന്നു അറിയേണ്ടത്. ഒരു ഘട്ടത്തിന് ശേഷം പോലീസിന്റെ ഈ ചോദ്യം ചെയ്യൽ താങ്ങാതായപ്പോൾ കോശി എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ തുടങ്ങി. കീർത്തി വ്യാസ് ആ സലൂണിൽ ഫിനാൻസ് മാനേജറായി ജോലി ചെയ്യുകയാണ്. കോശി കീർത്തിക്ക് ജൂനിയറായി ജോലി ചെയ്യുകയാണ്. സിദ്ധേഷ് അവിടെ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു. തുടക്കത്തിൽ സിദ്ധേഷ് വളരെ നന്നായി തന്നെ ജോലി ചെയ്തു. ജോലിയിൽ യാതൊരു കുറവും വരുത്തിയില്ല. എന്നാൽ കഴിഞ്ഞ ചില മാസങ്ങളായി കണക്കുകളിൽ ഒരുപാട് പിഴവുകളും പൊരുത്തക്കേടും സംഭവിച്ചു. പലതവണ കീർത്തി ഇതേക്കുറിച്ച് സിദ്ധേഷിനോട് പറഞ്ഞു. പക്ഷേ അവൻ അതൊന്നും ശരിയാക്കിയതേയില്ല. ഒരു ഘട്ടത്തിൽ അവനെ ജോലിയിൽ നിന്നും പറഞ്ഞയക്കണം എന്ന് അവൾ തീരുമാനിച്ചു. എന്നാൽ ഈ പ്രശ്നം ഇതോടുകൂടി അവസാനിപ്പിക്കാൻ സിദ്ധേഷ് കീർത്തിയോട് പല തവണ പറഞ്ഞു. പക്ഷെ കീർത്തി അതൊന്നിനും സമ്മതിച്ചില്ല. കീർത്തി കാണാതായ മാർച്ച് മാസം 16 സിദ്ധേഷിനെ ജോലിയിൽ നിന്നും പറഞ്ഞയക്കുന്നതിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്നത്. അതിനുവേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗും ഉണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം രാവിലെ തന്നെ സിദ്ധേഷ് കീർത്തിക്ക് ഫോൺ ചെയ്തു. രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ തന്റെ കാറിൽ വരണം എന്നാവശ്യപ്പെട്ടു. അന്നത്തെ ദിവസം തനിക്ക് സംഭവിക്കാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത കീർത്തി അവനെ വിശ്വസിച്ച് ആ കാറിൽ കയറിപ്പോയി. കാറിൽ കോശി ഉണ്ടായിരുന്നു. സിദ്ധേഷിനൊപ്പം കോശിയുള്ളത് കീർത്തിക്ക് വല്ലാത്ത ആശ്ചര്യമായി തോന്നി. കാരണം അന്നത്തെ ദിവസം തന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാണ് സിദ്ധേഷ് കാറിൽ വരാൻ ആവശ്യപ്പെട്ടത്. എല്ലാ ദിവസവും ട്രെയിനിൽ പോയി വരുന്ന കീർത്തി അന്നത്തെ ദിവസം അവരോടൊപ്പം ആ കാറിൽ പോയപ്പോൾ അതാണ് തന്റെ അവസാനത്തെ ദിവസമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. കീർത്തിയുടെ വീട്ടിൽ നിന്നും സിദ്ധേഷിന്റെ കാർ പുറപ്പെട്ടു. ആൾ സഞ്ചാരമില്ലാത്ത ഒരു പ്രദേശത്ത് കാർ നിർത്തി. അവിടെ വെച്ച് ഇവർ നേരത്തെ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് കോശി കൊണ്ടുവന്ന ഒരു ഷോൾ ഉപയോഗിച്ച് കീർത്തിയുടെ കഴുത്ത് ഞെരിച്ചു തന്നെ കൊന്നു. കൊലപാതകം ചെയ്തത് മറച്ചുവെക്കാനായി അവളുടെ ഡെഡ് ബോഡി ആ കാറിൽ തന്നെ അടച്ചു വെച്ചു. ഒന്നും സംഭവിക്കാത്തതുപോലെ ഓഫീസിലേക്ക് പോയി. ജോലിയെല്ലാം അവസാനിപ്പിച്ചിട്ട് അന്നത്തെ ദിവസം രാത്രി മുംബൈയിലുള്ള മഗുൾ എന്ന ഏരിയയിലേക്ക് പോവുകയും അവിടെയുള്ള ഒരു ചതുപ്പ് നിലത്തിൽ കീർത്തിയുടെ ഡെഡ് ബോഡി കുഴിച്ചിടുകയും ചെയ്തു. തിരിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ വീട്ടിലേക്കും വരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം. പ്രശ്നമുണ്ടായിരുന്നത് കീർത്തിക്കും സിദ്ധേഷിനും ഇടയിലാണ്. ഇതിനിടയിൽ എങ്ങനെയാണ് കോശി വന്നത് എന്ന ഒരു ചോദ്യം. സിദ്ധേഷിന് 42 വയസ്സ്, കോശിക്ക് 48 വയസ്സ്. കോശി വിവാഹം കഴിച്ച് 16 വയസ്സിൽ അവൾക്കൊരു മകനും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും കോശിക്കും സിദ്ധേഷിനും ഇടയിൽ ഒരു തെറ്റായ റിലേഷൻഷിപ്പ് ചില മാസങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു ബന്ധം കീർത്തിക്കും അറിയാം. സിദ്ധേഷിനെ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചാൽ അതിനുശേഷം തങ്ങളുടെ ഈ ബന്ധം തുടരാൻ കഴിയില്ല എന്നുള്ളത് മാത്രം അല്ല,
തന്റെ തെറ്റായ ബന്ധത്തെക്കുറിച്ച് ഒരുപക്ഷെ പുറം ലോകം അറിഞ്ഞേക്കാമെന്ന ഒരു ഭയം കോശിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിദ്ധേഷിന്റെ പദ്ധതിക്ക് കോശിയും സഹായിച്ചത്. കീർത്തിയുടെ മരണം അറിഞ്ഞതിനു ശേഷം അവളെ മറവ് ചെയ്ത ആ സ്ഥലത്ത് ചെന്ന് അവളുടെ ഡെഡ് ബോഡി തിരയാൻ തുടങ്ങി. എന്നാൽ അവളുടെ ഡെഡ് ബോഡി ആ പരിസരത്തിൽ എവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഒരുപക്ഷെ മുതലകൾ അത് കഴിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാട്ടുമൃഗങ്ങൾ ഡെഡ് ബോഡി അവിടെ നിന്നും മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാകാം. ഈ ഒരു കേസിന്റെ പ്രധാനപ്പെട്ട തെളിവായി ലഭിക്കേണ്ട കീർത്തിയുടെ ഡെഡ് ബോഡി പോലും അവസാനം വരെയും പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. 2018 ജൂലൈ മാസം 30 ഈ ഒരു കേസിന്റെ 1000 പേജുകൾ അടങ്ങുന്ന ഒരു കുറ്റപത്രം തയ്യാറാക്കി കേസ് കോടതിയിൽ പോകുന്നു. 2018 ഡിസംബർ മാസം 3 കേസ് ആരംഭിച്ചു. അവസാനം 2024 മെയ് മാസത്തിലായിരുന്നു ഈ ഒരു കേസ് അവസാനത്തിൽ വന്നത്. ഈ രണ്ടുപേരെയും ഈ കേസിലെ പ്രധാനപ്പെട്ട കുറ്റവാളികളായി കാണുകയും ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചു. ചില രക്തത്തുള്ളികൾ കൂടാതെ CCTV ഫുട്ടേജസ് ഇവ മാത്രം ഉപയോഗിച്ച് പോലീസ് ഈ ഒരു കേസിനെ വളരെ ബ്രില്യന്റ് ആയി തന്നെ അവസാനിപ്പിച്ചു. എല്ലാ കാലത്തും പണത്തിനോടുള്ള ആർത്തിയും തെറ്റായ ഒരു റിലേഷൻഷിപ്പും തീർച്ചയായും ആപത്തിലേക്ക് തന്നെ നയിക്കും. ഒരല്പസമയം നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തിന് വേണ്ടി ജീവിതകാലം മുഴുവനും നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ശീലം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചെറിയ ചിന്തയെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കേസ് തന്നെ അതിന് ഉദാഹരണമായിരിക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ക്രൈം കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ വിക്കിയോക്സ് മലയാളം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.